ലേവ്യർ 10-ാം അധ്യായം. അഹറോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും അവനവൻ്റെ ധൂപകലശമെടുത്ത് തീ കൊളുത്തി അതിന്മേൽ ധൂപനവസ്തു ഇട്ട് അവരോട് കർത്താവ് കൽപ്പിച്ചിട്ടില്ലാതിരുന്ന നിഷിദ്ധാഗ്നി അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചു. അതിനാൽ കർത്തൃസന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് അവരെ വിഴുങ്ങി. അങ്ങനെ അവർ കർത്തൃസന്നിധിയിൽ മൃതിപ്പെട്ടു. അതേപ്പറ്റി കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണെന്ന് അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു: എന്നെ സമീപിക്കുന്നവരാൽ ഞാൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കപ്പെടും, സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ മഹത്വീകരിക്കപ്പെടും. അഹ്റോൻ നിശബ്ദത പൂണ്ടു. മോശ അഹ്റോന്റെ ബന്ധുവായ ഉസിയേലിൻ്റെ പുത്രന്മാർ മിഷയേലിനെയും എൽസഫാനെയും വിളിച്ച് അവരോട് പറഞ്ഞു: അടുത്തു വരുവിൻ, നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധസ്ഥലത്തിന് മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തേക്ക് ചുമന്നുകൊണ്ടു പോകുവിൻ. മോശ നിർദ്ദേശിച്ചതുപോലെ അവർ അടുത്തുവന്ന് അവരുടെ കുപ്പായങ്ങളിൽ തന്നെ അവരെ പാളയത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അനന്തരം മോശ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരായ എലെയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു: നിങ്ങൾ മരിക്കാതിരിക്കാനും സമൂഹം മുഴുവൻ്റെയും മേൽ അവിടുന്ന് കുപിതനാകാതിരിക്കാനും നിങ്ങളുടെ ശിരസ്സുകൾ നഗ്നമാക്കുകയോ വസ്ത്രങ്ങൾ കീറുകയോ അരുത്. എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളായ ഇസ്രായേൽ ഭവനം മുഴുവനും കർത്താവ് ജ്വലിപ്പിച്ച അഗ്നിജ്വലനത്തെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമ കൂടാര വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. കാരണം കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉണ്ട്. മോശയുടെ വാക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു. കർത്താവ് അഹ്റോനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: നീയും നിന്റെ കൂടെയുള്ള നിന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കാൻ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്കുള്ള ഈ ശാശ്വത ചട്ടം വിശുദ്ധിയുള്ളതും പൊതുവായതും തമ്മിലും മലിനവും ശുദ്ധവും തമ്മിലും വേർതിരിക്കാനും മോശ വഴി കർത്താവ് അവരോട് കൽപ്പിച്ച ചട്ടങ്ങളെല്ലാം ഇസ്രായേല്യരെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. മോശ അഹ്റോനോടും അവൻ്റെ ശേഷിച്ച 2 പുത്രന്മാരായ എലെയാസറിനോടും ഇത്താമറിനോടും പ്രസ്താവിച്ചു: കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ അവശേഷിച്ച ധാന്യയാഗവസ്തു എടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് അത് പുളിപ്പില്ലാത്ത അപ്പമായി നിങ്ങൾ ഭക്ഷിക്കുവിൻ. കാരണം അത് അതിവിശുദ്ധ വസ്തുവാണ്. വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിങ്ങൾ അത് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ പുത്രന്മാരുടെ വിഹിതവുമാണ്. ഇങ്ങനെ തന്നെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നീരാജന നെഞ്ചും കാണിക്കക്കുറകും ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് നീയും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഇസ്രായേല്യരുടെ സമാധാന ബലികളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ മക്കളുടെ വിഹിതവും നൽകപ്പെട്ടിരിക്കുന്നു. കാണിക്കക്കുറകും നീരാജന നെഞ്ചും മേധസ്സുകളുടെ അഗ്നിയർപ്പണങ്ങൾക്കുമേൽ കർത്തൃസന്നിധിയിൽ നീരാജനമായി ഒഴിയാനാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഒരു ശാശ്വത വിഹിതമായി നിനക്കും നിന്നോടൊപ്പമുള്ള മക്കൾക്കുമുള്ളതാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം പാപമുക്തിയാഗത്തിൻ്റെ കോലാടിനെക്കുറിച്ച് മോശ ചുഴിഞ്ഞന്വേഷിച്ചു. ഇതാ, അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അഹ്റോന്റെ ശേഷിച്ച പുത്രന്മാരായ എലെയാസറിനോടും ഇത്താമറിനോടും ഇപ്രകാരം ക്ഷുഭിതനായി: നിങ്ങൾ എന്തുകൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ വിശുദ്ധസ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല? അത് അതിവിശുദ്ധ വസ്തുവായിരുന്നല്ലോ. കർത്തൃസന്നിധിയിൽ സമൂഹത്തിനായി പരിഹാരമനുഷ്ഠിക്കാൻ അവരുടെ കുറ്റം സംവഹിക്കുന്നതിനായി അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകിയതായിരുന്നു. ഇതാ, അതിൻ്റെ രക്തം ഉള്ളിൽ വിശുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെട്ടില്ല. ഞാൻ കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധസ്ഥലത്ത് നിങ്ങൾ അത് തീർച്ചയായും ഭക്ഷിക്കേണ്ടതായിരുന്നു. അഹ്റോൻ മോശയോട് സംസാരിച്ചു: ഇതാ, ഇന്ന് അവർ തങ്ങളുടെ പാപമുക്തിയാഗവും ഹോമയാഗവും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇന്നു ഞാൻ പാപമുക്തിയാഗം ഭക്ഷിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അത് നല്ലതാകുമായിരുന്നോ? ഇത് മോശ കേട്ടു. അവൻ്റെ ദൃഷ്ടികളിൽ അത് നന്നായിരുന്നു.